ഹേ ഗായ്സ്, ആഗ്ര വ്ലോഗ് ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പാണ് കേട്ടോ. സമയം 7 മണി ആവാനായിട്ടുണ്ട്. നല്ല തണുപ്പ് പറഞ്ഞാൽ നമുക്ക് അവിടെ എത്തിയിട്ട് എന്താണെങ്കിലും ബാക്കി വിശേഷം. അപ്പോൾ നമുക്ക് ഓട്ടോ ഇറങ്ങിയിട്ട് ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഓട്ടോ ഇറങ്ങിയപ്പോൾ വലിയ തണുപ്പില്ല, പക്ഷേ യാത്രാ ടൈമിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഇതാണ് തോന്നുന്നു എൻട്രൻസ്. ഇവിടെയൊക്കെ ഇങ്ങനെ നിറയെ എന്തൊക്കെയോ ഉണ്ട്. ഫുള്ളി റെഡ് കളറിലാണ് കേട്ടോ. നൈസ്. വെസ്റ്റ് ഗേറ്റ് കൂടിയാണ് എൻട്രൻസ്. അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ എത്തണമെന്ന് വിചാരിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാമെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും നോക്കാം. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ആ താജ്മഹൽ ഫസ്റ്റ് ടൈം കാണുമ്പോഴുള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞാൽ ആ ക്ലൈമറ്റ് കൊണ്ടാണെങ്കിലും അവിടെ ആ സംഭവം ഈ താജ്മഹൽ അവിടെ നിൽക്കുന്നത് കാണാനാണെങ്കിലും എല്ലാം നമ്മൾ ലൈഫിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോഴും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കൂടി ആ ഫീലാണ് അവിടെ. അതെങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അടിപൊളിയാണ് എന്താണെങ്കിലും കേട്ടോ. എൻട്രൻസ് വരുന്നത് നമ്മൾ അക്ബർ ടോംബിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസ് അല്ല, അതിൻ്റെ സൈഡിൽ കണ്ടിരുന്നില്ലേ, അതേപോലെ തന്നെയാണ്. ബ്യൂട്ടി. നമ്മൾ എൻട്രൻസിൽ നിന്ന് കുറച്ചധികം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, സൈഡിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടാണ് വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ കെട്ടി നിർത്തിയത്. നമുക്ക് നടക്കാനൊരു വഴി, പിന്നെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ കേട്ടോ. പിന്നെ പോരാത്തതിന് ക്യാമറാമാൻമാർ, നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ക്യാമറാമാൻമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തരും. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്താണെങ്കിലും. ഞങ്ങളിതാ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂന് തണുത്തിട്ട് അപ്പൂ ഏട്ടൻ്റെ മേത്തുനിന്ന് ഇറങ്ങണില്ല കേട്ടോ. കണ്ടോ, നമ്മൾ അടുത്തേക്ക് ചെല്ലുന്തോറും താജ്മഹലിൻ്റെ ബ്യൂട്ടി കൂടി വരികയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ടാണെങ്കിലും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല റഷും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാം. ഓൾമോസ്റ്റ് നല്ല ഫില്ലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് നോക്കി നോക്കൂ, ഞങ്ങൾ എത്തിയ ടൈം രാവിലെ. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കൂ, മഴ. എന്താ ഇങ്ങനെയെന്ന് അറിയില്ല ഗൈസ്, എന്താ ഇങ്ങനെയെന്ന് അറിയില്ല. മഴ പൊടിയുന്നുണ്ട്, മഞ്ഞുണ്ട്. ഞങ്ങൾ പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് അലൗഡാണ്. ബാക്കിയുള്ളവരൊക്കെ മഴ നനയും തോന്നുന്നു. എന്താ പെട്ടെന്ന് ഇങ്ങനെ ക്ലൈമറ്റ് മാറിയെന്നൊരു പിടുത്തമില്ല കേട്ടോ. പോയി നോക്കട്ടെ. അതിൻ്റെ ഉള്ളിലോട്ട് കയറാനും നമുക്കൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. സെക്യൂരിറ്റീസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതേപോലെ ഗൈഡ്സ് ഒരുപാടുണ്ട്. അറിയാതെ വരുന്നവർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നമുക്ക് ചെരുപ്പ് അലൗഡല്ല. അപ്പോൾ അതിന് കവർ ചെയ്യാനൊരു സാധനം കിട്ടും, അത് വാങ്ങാൻ. മാർബിൾ അല്ലേ? ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ. ഫുൾ മാർബിളാണേ. നമുക്ക് എൻട്രൻസും എക്സിറ്റും സെപ്പറേറ്റ് ആണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണിത്. ഇതാണ് കേട്ടോ യമുന നദി. കുഴപ്പമില്ല.
ഇപ്പോഴത്തെ പൊല്യൂഷനൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞിട്ട് ഉണ്ട്. വീണ്ടും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കണ്ടുകൊണ്ട് ബാക്കി കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതേപോലെ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താജ്മഹലൊക്കെ കണ്ട് ഇതാ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് താജ്മഹൽ വിശേഷങ്ങൾ. കുറേ നാളത്തെ ആഗ്രഹമാണ് അല്ലേ ഏട്ടാ? ഏട്ടൻ്റെ അല്ല, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. കുട്ടിക്ക് തീരെ വയ്യാതെയായി തണുപ്പൊക്കെ കാരണം. അപ്പോൾ ഇനി ബാക്കി എങ്ങനെയും പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഏട്ടാ. ബൈ.